ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചാപ്റ്റർ 4 ബോണസ് ഇഷ്യൂടെ എന്താണ് ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 6 മാർക്കിൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ബോണസ് ഇഷ്യൂടെ കണ്ടീഷൻസ്. സെക്ഷൻ 63 സബ്സെക്ഷൻ 2 ഓഫ് കമ്പനീസ് ആക്ട് ആണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പനിയുടെ ബൈലോ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ അംഗീകാരം ഉണ്ടായിരിക്കണം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. അതാണ് കമ്പനി മസ്റ്റ് ഓതറൈസ് ഇഷ്യൂ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് എ കമ്പനി മസ്റ്റ് ഓതറൈസ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂ ഓതറൈസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആദ്യം ഓതറൈസേഷൻ വന്നു, രണ്ടാമത് റെക്കമെൻഡേഷൻ ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ ബോർഡ് മീറ്റിങ്ങിലൂടെ അവരുടെ റെക്കമെൻഡേഷൻ വരണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്താൽ അടുത്ത ഘട്ടം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ അപ്രൂവൽ കിട്ടണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് അപ്രൂവൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി 3 പറയുന്ന 3 കാര്യങ്ങളിൽ ഡീഫോൾട്ട് ഉണ്ടാകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്ന്, ഡെപ്പോസിറ്റ് റീപേ ചെയ്യുന്നിടത്ത് ഡീഫോൾട്ട് വരുത്താൻ പാടില്ല. രണ്ടാമത്തെ, ഡെപ്റ്റ് സെക്യൂരിറ്റീസ്, ഡിബഞ്ചറോ മറ്റു സംഭവങ്ങളൊക്കെ റീപേ ചെയ്യുന്നിടത്ത് ഡീഫോൾട്ട് വരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എംപ്ലോയീസിന് കൊടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് ഡീഫോൾട്ട് വരുത്താൻ പറ്റില്ല. എംപ്ലോയീസിനുള്ള പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് പോലത്തെ കാര്യങ്ങളിൽ. അതേപോലെ തന്നെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ റിക്വയർമെൻറ്റ്. പാർട്ട്ലി ഷെയ്ഡ് ബോണസ് ഷെയർ നമ്മൾ ഫുള്ളി പെയ്ഡ് ഷെയറുകൾക്ക് ബോണസ് ഷെയർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി പാർട്ട്ലി പെയ്ഡ് അപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് ഫുള്ളി പെയ്ഡ് ആക്കണം ബിഫോർ ദ ബോണസ് ഷെയർസ് ആർ അലോട്ടഡ്. ബോണസ് ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊടുക്കണം. ഇതാണ് കമ്പനീസ് ആക്ടിലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്. ഇനി കമ്പനീസ് ആക്ടിന് പുറമെ പബ്ലിക് കമ്പനികൾക്ക് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് SEBിയുടെ കുറച്ച് റെഗുലേഷൻസ് ഉണ്ട്. അതിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ്, നോ ഡൈല്യൂഷൻ ഓഫ് റൈറ്റ് ഡൈല്യൂട്ട് ആകാൻ പാടില്ല. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്, കൺവേർട്ടബിൾ ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒക്കെ റൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന വോട്ടിംഗ് റൈറ്റിനൊക്കെ ബാധിക്കുന്ന രീതിയിൽ കൺവേർട്ടബിൾ ആണ് കേട്ടോ. അതായത് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഷെയറുകളാണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ അവരുടെ റൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ റൈറ്റിനെ ബാധിക്കുന്ന രീതിയിൽ ബോണസ് ഷെയർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഓക്കെ. നോ ക്യാപിറ്റലൈസേഷൻ ഓഫ് റീവാലുവേഷൻ റിസർവ് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അതായത് റീവാലുവേഷൻ റിസർവ് എടുത്തിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പിന്നെ നമ്മൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞ 2 പോയിന്റുകൾ ഒന്നിച്ചിട്ടതാണ്. നോ ഡീഫോൾട്ട് ഇൻ ഡെപ്പോസിറ്റ് ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീൻ്റെ ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ട് ഒക്കെ പേ ചെയ്യുന്നിടത്ത് ചെയ്യാൻ പറ്റില്ല, ഡീഫോൾട്ട് വരുത്താൻ പറ്റില്ല. അടുത്ത പോയിന്റും നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ് ഉണ്ടാവും എംപ്ലോയീസിനുള്ള, അത് പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് ഡീഫോൾട്ട് വരുത്താൻ പറ്റില്ല. അങ്ങനെ ഡീഫോൾട്ട് വരുത്തിയാൽ നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, ബോണസ് ഒക്കെയാണ് പറയുന്നത്. പിന്നെ ഇംപ്ലിമെൻറ്റ്, നമ്മൾ വൺസ് ബോർഡിൻ്റെ അടുത്ത് നിന്നുള്ള റെക്കമെൻഡേഷനും അപ്രൂവലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ചെയ്യണം, ബോണസ് ഇഷ്യൂ കംപ്ലീറ്റ് ചെയ്യണം. ഡേറ്റ് ഓഫ് അപ്രൂവൽ കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ബോണസ് നോട്ട് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ്, അതായത് നമ്മളിപ്പോൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഡിവിഡൻഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ബോണസ് ഷെയർ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. പിന്നെ നമ്മൾ ഒരിക്കൽ ബോണസ് ഷെയർ അനൗൺസ് ചെയ്തു എന്ന് കരുതുക, അങ്ങനെയാണെങ്കിൽ പിന്നെ അനൗൺസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, വിഡ്രോ ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, റീവാലുവേഷൻ റിസർവ് ഉപയോഗിക്കാൻ പറ്റില്ല ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനെന്ന്. ആ പോയിന്റ് തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ് ഷാൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ഇത് ഓൾറെഡി പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒക്കെ സിമ്പിളായിട്ട് വായിച്ചു പോയെന്നേ ഉള്ളൂ. ഓവർ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാര്യങ്ങളും 6 മാർക്കിന് ഈവൻ 10 മാർക്കിനും ചോദിച്ചിടായില്ല. അതുകൊണ്ട് തന്നെ 10 മാർക്കിന് ചോദിക്കുകയാണ്. കണ്ടീഷൻസ് ഫോർ ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പം സെബി ഗൈഡ് ലൈൻസും കൂടെ കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ.